ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂരും പാലക്കാടും തുടർച്ചയായ രണ്ടാം ദിവസവും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. പുലർച്ചെ 4 മണിയോടെയാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. ദേശീയപാത 66 ചന്ദ്രാപിന്നി ഹൈസ്കൂൾ റോഡിന് സമീപം വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്ക്. ചന്ദ്രാപിന്നി ചാമക്കാല തളിക്കുളം വീട്ടിൽ താജുദ്ദീൻ, മകൻ മുഹമ്മദ് ജാഫർ എന്നിവർക്കാണ് പരിക്കേറ്റത്. തേക്കിൻതടിയിൽ പ്രധാനമന്ത്രിയുടെ പൂർണ്ണകായ പ്രതിമ തീർത്ത് രവീന്ദ്രൻ ശില്പശാല. BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് കൊടുങ്ങല്ലൂർ സ്വദേശിയായ രവീന്ദ്രൻ 6 അടി ഉയരവും 6 ഇഞ്ച് കനവുമുള്ള നരേന്ദ്രമോദിയുടെ ശില്പം ഒരുക്കിയിട്ടുള്ളത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂരും പാലക്കാടും തുടർച്ചയായ രണ്ടാം ദിവസവും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. പുലർച്ചെ 4 മണിയോടെയാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. ഭൂചലനം അനുഭവപ്പെട്ട സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ലെന്നും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അറിയിച്ചു. കുന്നംകുളം താലൂക്കിലെ എരുമപ്പെട്ടി പഴഞ്ഞി മേഖലയിൽ ജൂൺ 15 രാവിലെ 8:15 കൂടി ഉണ്ടായ ഭൂചലനം നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് 3.0 ആയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഒരു മുഴക്കത്തോടുകൂടി 4 സെക്കൻഡ് നീണ്ടതായും ഒബ്സർവേറ്ററിയിൽ വെൺമനാട് സ്ഥലം കാണിച്ചതായും അധികൃതർ അറിയിച്ചു. ജൂൺ 16 രാവിലെ 3:55 ഉണ്ടായ ഭൂചലനം 2.9 ആയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഭൂചലനങ്ങൾ പ്രവചിക്കുന്നതിന് നിലവിൽ സാങ്കേതിക വിദ്യകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ പ്രദേശത്ത് ആവശ്യമായ ജാഗ്രത പുലർത്തണമെന്ന് ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ആശങ്ക ദൂരീകരിക്കുന്നതിനും സ്വീകരിക്കേണ്ടതായ മുൻകരുതലുകൾ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുന്നതിനും ആവശ്യമായ നടപടി സ്വീകരിക്കണം. എവിടെയെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ ഉള്ളതായി അറിവായാൽ ഉടനെ ഗ്രാമപഞ്ചായത്ത് ജിയോളജി വിഭാഗം ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സന്ദർശനം നടത്തി റിപ്പോർട്ട് ചെയ്യാനും തഹസിൽദാർക്കും NSGD ജോയിന്റ് ഡയറക്ടർക്കും നിർദ്ദേശം നൽകി. ചലനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കെട്ടിടങ്ങളിലുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങൾ സംബന്ധിച്ചും കഴിയുന്നിടത്തോളം തുറസായ സ്ഥലങ്ങളിലേക്ക് മാറാനും ജനങ്ങൾക്ക് ആവശ്യമായ ബോധവൽക്കരണം നടത്താൻ നിർദ്ദേശിച്ചു. മുൻകരുതലുകൾ സംബന്ധിച്ച് ജനപ്രതിനിധികൾക്ക് ആവശ്യമായ അറിവ് നൽകാനും ആവശ്യപ്പെട്ടു. നവമാധ്യമങ്ങളിൽ ജനങ്ങൾക്ക് പരിഭ്രാന്തി ഉണ്ടാക്കുന്ന വിധത്തിലുള്ള സന്ദേശങ്ങൾ പ്രചരിക്കുന്നത് തടയുന്നതിനും അനാവശ്യ പ്രചരണങ്ങൾ നടത്തുന്നത് ഒഴിവാക്കുന്നതിനും ആവശ്യമായ നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. പൊതുജനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുവിക്കും. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും ആശുപത്രികളും ഫയർഫോഴ്സ് വിഭാഗവും എപ്പോഴും സജ്ജരായിരിക്കണമെന്നും ഒഴിവു ദിനങ്ങളിലും റവന്യൂ, ഫയർഫോഴ്സ്, ജിയോളജി, പോലീസ്, ഹെൽത്ത് എന്നീ പ്രധാനപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. യോഗത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് T. മുരളി, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. ദേശീയപാത 66 ചന്ദ്രാപിന്നി ഹൈസ്കൂൾ റോഡിനടുത്തുണ്ടായ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികരായ 2 പേർക്ക് പരിക്ക്. ചന്ദ്രാപിന്നി ചാമക്കാല സ്വദേശി തളിക്കുളം വീട്ടിൽ താജുദ്ദീൻ 52 വയസ്സ്, മകൻ മുഹമ്മദ് ജാഫർ 14 വയസ്സ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ചന്ദ്രാപിന്നി അൽ-ഇഖ്ബാൽ ആശുപത്രിയിലെത്തിച്ചു. ചന്ദ്രാപിന്നി ചാമക്കാല സ്വദേശി തളിക്കുളം വീട്ടിൽ താജുദ്ദീൻ, മകൻ മുഹമ്മദ് ജഫർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ചന്ദ്രാപിന്നി അൽ-ഇഖ്ബാൽ ആശുപത്രിയിൽ എത്തിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയായിരുന്നു അപകടം. തെക്ക് ഭാഗത്തേക്ക് പോയിരുന്ന KSRTC ബസ് കാറിലിടിച്ചതിനെ തുടർന്ന് ബൈക്ക് മറയുകയായിരുന്നെന്ന് പറയുന്നു. കയ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. തേക്കിൻതടിയിൽ പ്രധാനമന്ത്രിയുടെ പൂർണ്ണകായ പ്രതിമ തീർത്ത രവീന്ദ്രൻ ശില്പശാല. BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് കൊടുങ്ങല്ലൂർ സ്വദേശിയായ രവീന്ദ്രൻ 6 അടി ഉയരവും 6 ഇഞ്ച് കനവുമുള്ള നരേന്ദ്രമോദിയുടെ ശില്പം ഒരുക്കിയിട്ടുള്ളത്. 50 ദിവസം നീണ്ട പരിശ്രമത്തിലൂടെയാണ് രവീന്ദ്രനും സഹായി സിയാദും ചേർന്ന ശില്പം നിർമ്മിച്ചത്. ശ്രീനാരായണപുരം ശംഖുബസാറിലുള്ള രവീന്ദ്രന്റെ വീടിനോട് ചേർന്നുള്ള പണിശാലയിലാണ് ശില്പം പൂർത്തിയാക്കിയത്. 3 ലക്ഷത്തോളം രൂപ ശില്പത്തിന്റെ നിർമ്മാണത്തിന് ചിലവായതായി രവീന്ദ്രൻ പറഞ്ഞു. ഭാരതാംബ ഉൾപ്പെടെയുള്ള നിരവധി ശില്പങ്ങൾ നിർമ്മിച്ച് ശ്രദ്ധേയനായ രവീന്ദ്രൻ പ്രശസ്ത ശില്പി ഡാവിഞ്ചി സുരേഷിന്റെ സഹോദരനാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കോരംകുളം നാട്ടുകാർ ശുചീകരിച്ചു. 3 പതിറ്റാണ്ടിലധികമായി കാടുപിടിച്ച് നശിച്ചു കിടന്നിരുന്ന ആളൂർ പഞ്ചായത്തിലെ
കൊമ്പടിഞ്ഞാമാക്കലുള്ള കോരംകുളത്തിനാണ് പൊതുജീവൻ ലഭിച്ചത്. ഒരു മാസക്കാലത്തെ പ്രദേശവാസികളുടെ പരിശ്രമത്തിനൊടുവിലാണ് കാട് പിടിച്ചു കിടന്നിരുന്ന കുളത്തിന്റെ നവീകരണം പൂർത്തിയാക്കിയത്. യാതൊരുവിധ സർക്കാർ ഫണ്ടുകളും ഇല്ലാതെയാണ് നശിച്ചുകിടന്ന കോരുകുളം അതിമനോഹരവും ജലസമൃദ്ധവും ആക്കിയിരിക്കുന്നത്. പഞ്ചായത്തിന്റെ അധീനതയിലുള്ള കുളമാണെങ്കിലും കുളം നവീകരിക്കുവാൻ പഞ്ചായത്തിൽ ഫണ്ടില്ലാത്തതുമൂലം ചെളിയും ചണ്ടിയും പായലും നിറഞ്ഞ് ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു. 13-ാം വാർഡ് മെമ്പർ മിനി പോളിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കോരുകുളം സംരക്ഷണം സമിതിയുടെ നേതൃത്വത്തിൽ കുളത്തിന്റെ നവീകരണ ജോലികൾ 1-ാം ഘട്ടം പൂർത്തിയായി. ഇതിനായി നാട്ടുകാർ നൽകിയ ഒട്ടനവധി ചെറുതും വലുതുമായ സഹായങ്ങൾ കൊണ്ടാണെന്ന് നവീകരണം പൂർത്തീകരിച്ചതെന്ന് പഞ്ചായത്ത് അംഗം മിനി പോളി പറഞ്ഞു. ഏകദേശം 1,70,70,000 രൂപ ഇപ്പോൾ ചിലവാക്കി. എന്നാൽ പഞ്ചായത്തിൻ്റെയോ മറ്റ് യാതൊരു തരത്തിലുള്ള ഫണ്ടുകളും ലഭിച്ചിട്ടില്ല. 100ഓളം പേർ വരുന്ന വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് നവീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ചണ്ടിയും പായലും നീക്കിയ ശേഷം സമീപത്തെ വലിയ മരങ്ങൾ വെട്ടിമാറ്റിക്കൊണ്ടാണ് നവീകരണത്തിന് തുടക്കം കുറിച്ചത്. 50ഓളം സെന്റ് സ്ഥലത്താണ് കുളം സ്ഥിതി ചെയ്യുന്നത്. ചെളി മുഴുവനായും അടിച്ച് കുളം വൃത്തിയാക്കുകയായിരുന്നു. അടുത്ത ഘട്ടത്തിൽ ശലഭോദ്യാനം കുളത്തിനു ചുറ്റും കൈവരി പിടിപ്പിച്ച് കോൺക്രീറ്റ് കട്ട വിരിക്കുകയും ലൈറ്റുകളും ഇരിപ്പിടങ്ങളും സ്ഥാപിക്കുമെന്നും മിനി പറഞ്ഞു. കുളം നവീകരിച്ചതോടെ സമീപത്തെ 100 കണക്കിന് വീടുകളിലെ കുടിവെള്ളക്ഷാമത്തിനു കൂടി പരിഹാരമാവുകയാണ്. നീന്തൽ പരിശീലനം കൊടുക്കാനും ഉദ്ദേശിക്കുന്നതായി സംഘാടകർ പറഞ്ഞു. പഞ്ചായത്ത് അംഗം മിനി പോളി, ജോബി വർഗീസ്, പി പീറ്റർ, PT ജോബി, PK ഡേവിസ്, ജോയ് ആന്റണി, PL ജെയിംസ് എന്നിവരുടെ നേതൃത്വത്തിൽ 100ഓളം വരുന്ന നാട്ടുകാരുടെ ശ്രമഫലമായിട്ടാണ് കോരംകുളം നവീകരണം പൂർത്തിയായത്. മീഡിയ ടൈം, ആളൂർ. ഇനി നാട്ടിൽ നടന്നത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് പുതുക്കാട് മണ്ഡലത്തിൽ ആവേശകരമായ സ്വീകരണം നൽകി. BJP പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നന്ദിക്കരയിലാണ് സ്വീകരണം ഒരുക്കിയത്. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ പ്രവർത്തകർ താമര പൂമാല ചാർത്തി സ്വീകരിച്ചു. തുടർന്ന് നേതാക്കളും പ്രവർത്തകരും പൊന്നാടയണിയിച്ചു. മണ്ഡലം പ്രസിഡന്റ് അരുൺകുമാർ പന്തലൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി A നാഗേഷ്, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് VV രാജേഷ്, NR റോഷൻ, വിജു തച്ചങ്കുളം, K കൃഷ്ണകുമാർ, ജോയ് മഞ്ഞളി തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂരിൽ K മുരളീധരനെ അനുകൂലിച്ച ഫ്ലെക്സ് ബോർഡ്. DCC ഓഫീസിലേക്കുള്ള വഴിയിലാണ് ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. K മുരളീധരനോട് മാപ്പപേക്ഷിച്ചാണ് ഫ്ലെക്സ് ബോർഡ്. തൃശൂരിൽ VK ശ്രീകണ്ഠൻ DCC പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDFന് വിജയം. ആകെ പോൾ ചെയ്ത വോട്ടുകളിൽ 80% വോട്ടുകൾ കോൺഗ്രസ് മുന്നണി നേടി. ജനറൽ വിഭാഗം ജോസഫ് KV, ജോർജ് TJ, തോമസ് CM, ബാസി ചേറ്റിപ്പറമ്പിൽ, സണ്ണി VD, പ്രസാദ് മേനോക്കിൽ, ബാബു PV എന്നിവരും, വനിതാ വിഭാഗത്തിലേക്ക് മേരി ഡൊമിനിക്, അഞ്ജു റിജോയ്, ബിൻസി ഷാജു എന്നിവരും, SC ST വിഭാഗത്തിലേക്ക് പ്രശാന്ത് VS, നിക്ഷേപ സംവരണ വിഭാഗം റിജു VP എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു. 21 വെള്ളിയാഴ്ചയാണ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. കുവൈറ്റിൽ മരണമടഞ്ഞവർക്കായി കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ അനുശോചന സദസ്സ് സംഘടിപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റും ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ NR വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അസോസിയേഷൻ സെക്രട്ടറി TK ഷാജി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ KJ ശ്രീജിത്ത്, PK സത്യശീലൻ, PR ബാബു, VG രാജീവൻ പിള്ള, സാജു, അനിത, സിനി സെൽവരാജ്, വിനോദ് കക്കര, വിനു പിള്ള, ത്രിദീപ്, ഷിയാസ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും വിരമിച്ചവരുടെയും പിടിച്ചുവെച്ച ശമ്പളവും പെൻഷനും ക്ഷാമാശ്വാസവും അടിയന്തരമായി നൽകിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങളും നിയമ പോരാട്ടങ്ങളുമായി രംഗത്തിറങ്ങുമെന്ന സർവീസ് പെൻഷനേഴ്സ് ലീഗ് തൃശൂർ ജില്ലാതല മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ കേഡറംഗവും കേരള സംസ്ഥാന പഞ്ചായത്ത് വകുപ്പിൽ സീനിയർ ക്ലർക്കുമായിരുന്ന നിസാർ ഖാലിദ് വെള്ളക്കാട്ട് പഠിക്ക ഈ പ്രവർത്തന വർഷത്തെ കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് അംഗത്വം നൽകിക്കൊണ്ട് KSPL സംസ്ഥാന വൈസ് പ്രസിഡന്റ് T മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് PA സീതി മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KSPL ചാരിറ്റി വിംഗ് സംസ്ഥാന ചെയർമാൻ KK മുഹമ്മദ് കുട്ടി, TK കൊച്ചു ഇബ്രാഹിം തൈവളപ്പിൽ, കോഴിക്കോട് യൂണിവേഴ്സിറ്റി മുൻ സെക്ഷൻ ഓഫീസർ PHM ബഷീർ, KS സിദ്ദീഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു.
ആല വിവേകാനന്ദ സാംസ്കാരിക സമിതിയും യുവമോർച്ച എസ്.എൻ. പുരം കിഴക്കൻ മേഖലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ അനുമോദന സദസ്സും പുസ്തക വിതരണവും നടത്തി. ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവേകാനന്ദ സാംസ്കാരിക വേദി പ്രസിഡന്റ് എ.ആർ. ശ്രീകുമാർ അധ്യക്ഷനായി. ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി അംഗം കെ.പി. ഉണ്ണികൃഷ്ണൻ പഠന സഹായ ഫണ്ടിന്റെ ആദ്യ ഗഡു വിതരണം നിർവഹിച്ചു. ബി.ജെ.പി. എടവിലങ്ങ മണ്ഡലം പ്രസിഡന്റ് സെൽവൻ മണക്കാട്ടുപടി SSLC ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ബി.ജെ.പി. കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് K.S. വിനോദ് +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ബി.ജെ.പി. എടവിലങ്ങ മണ്ഡലം വൈസ് പ്രസിഡന്റ് സുബീഷ് ചെത്തിപ്പാടത്ത്, രാജൻ പടിക്കൽ, സന്തോഷ് മംഗലത്ത്, ഷിംജി, അജിതൻ, ഷക്കീല, സ്വരൂപ് പുന്നത്തറ, KU മിഥുൻ എന്നിവർ സംസാരിച്ചു. മേത്തലപ്പാടത്തെ കലിങ്കിൻ്റെ കൂട്ടുകാർ എന്ന സംഘടന പരിസരവാസികളായ സ്കൂൾ കുട്ടികൾക്ക് നോട്ട്ബുക്ക് വിതരണം ചെയ്തു. വാർഡ് കൗൺസിലർ സ്മിത ആനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൗൺസിലർ ജ്യോതി ലക്ഷ്മി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബിജോയ് കിഷോർ, പ്രസിഡന്റ് കാർത്തികേയൻ, സനീഷ് ചെള്ളിയിൽ, ഷിനിത്, സബീഷ്, വിഷ്ണു, ബൈജു, കിഷോർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ 200ഓളം കുട്ടികൾ പങ്കെടുത്തു. എൽത്തുരുത്ത്, പാലിയംതുരുത്ത്, ചേണ്ടംകുളം പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷനുകളായ തറവാട്, മാതൃകം, സംഗമം, ഐശ്വര്യ, കുടുംബക്ഷേമ ട്രസ്റ്റ്, സ്നേഹജ്വാല, ചേണ്ടംകുളം എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ പ്രാഥമിക ജീവൻ രക്ഷാ മാർഗങ്ങളും പരിശീലനവും പഠന ക്ലാസ് സംഘടിപ്പിച്ചു. ഹെൽപ്പ് ഫോർ ഹെൽപ്ലെസ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി ഡോക്ടർ മനു പി വിശ്വം നേതൃത്വം നൽകി. PK പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ CG ചെന്താമരാക്ഷൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ CS സുവിന്ദ്, KA വത്സല എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂരും പാലക്കാടും തുടർച്ചയായ 2ാം ദിവസവും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. പുലർച്ചെ 4 മണിയോടെയാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. ദേശീയപാത 66 ചന്ദ്രാപിന്നി ഹൈസ്കൂൾ റോഡിന് സമീപം വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്ക്. ചന്ദ്രാപിന്നി ചാമക്കാല തളിക്കുളം വീട്ടിൽ താജുദ്ദീൻ, മകൻ മുഹമ്മദ് ജാഫർ എന്നിവർക്കാണ് പരിക്കേറ്റത്. തേക്കിൻതടിയിൽ പ്രധാനമന്ത്രിയുടെ പൂർണ്ണകായ പ്രതിമ തീർത്ത് രവീന്ദ്രൻ ശില്പശാല. ബി.ജെ.പി. തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് കൊടുങ്ങല്ലൂർ സ്വദേശിയായ രവീന്ദ്രൻ 6.5 അടി ഉയരവും 6 ഇഞ്ച് കനവുമുള്ള നരേന്ദ്രമോദിയുടെ ശില്പം ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് റൗണ്ടപ്പ് പൂർണ്ണമാകുന്നു. നമസ്കാരം.